കഥ പറയുന്ന കുന്തിപ്പുഴയുടെ നെല്ലിപ്പുഴയുടെയും തീരത്ത് സൈലന്റ് വാലിയിലെ പൂമ്പാറ്റകളുടെ വിശ്വമാഹാത്മ്യത്തിൻ്റെ സമീപത്ത് കാഞ്ഞിരപ്പുഴയും മലമ്പുഴയും തീർക്കുന്ന ഡാം സൗന്ദര്യങ്ങളുടെ പറുദീസയിൽ മഹത്തുക്കളായ രാഷ്ട്രനിർമ്മാതാക്കളുടെയും വൈജ്ഞാനിക സേവകരുടെയും മഹച്ചരിതമുറങ്ങുന്ന പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറയാണ്. കൃഷിക്കു പേരുകേട്ട നാടാണ്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് SYS മാനവസഞ്ചാരം നടത്തുമ്പോൾ അതിനെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുന്ന കാഴ്ച പാലക്കാട്ട് കാണുന്നത് കാർഷിക മനസ്സിൻ്റെ സ്നേഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർഷകൻ്റെ മനസ്സെപ്പോഴും തവക്കുലിൻ്റെ മനസ്സാണ്. കൃഷി ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമുള്ള ഒന്നാണ്. അടിസ്ഥാന ആവശ്യമാണ് കൃഷി. വസ്ത്രം വർഷത്തിലൊരിക്കൽ കിട്ടിയാൽ മതിയാകും. ഒരു വസ്ത്രം ഏറെ വർഷങ്ങൾ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ലഭിക്കുന്ന വസ്ത്രങ്ങൾ, പാർപ്പിടവും മറ്റും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണെങ്കിലും ദൈനംദിനം അവനാവശ്യം ഭക്ഷണം തന്നെയാണ്. ഏത് കച്ചവടം പിന്നോട്ട് പോയാലും ഒരിക്കലും തോൽക്കാത്ത കച്ചവടവും ഭക്ഷണത്തിൻ്റെ കച്ചവടം തന്നെയാണ്. അതുകൊണ്ടാണ് കൃഷി ഏറ്റവും ഉത്കൃഷ്ടമായ മെഹനത്താണ്, ഏറ്റവും നല്ല ജോലിയാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്. വ്യവസായത്തെക്കാളും വാണിജ്യത്തെക്കാളും കൃഷിക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഒന്ന്, അത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് എന്നതാണ്. മറ്റൊരു കാര്യം, കർഷകൻ എപ്പോഴും തവക്കുലിൻ്റെ ഉടമയാണ്. അവൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വിത്ത് എറിയുകയാണ്, ചെടി കുഴിച്ചിടുകയാണ്. മുളച്ചാലായി, വളർന്നാൽ കാണാം. എല്ലാം മുളച്ചുകൊള്ളണം എന്നില്ല, ഒന്നും മുളച്ചുകൊള്ളണം എന്നുമില്ല. ആ തവക്കുലാണ് കൃഷി ചെയ്യുന്നവനെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ കൃഷികളിൽ നിന്ന് മനുഷ്യൻ അവന് വേണ്ടി വിളയിച്ചെടുക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി കരുതിക്കൊണ്ടാണ് വിശാലമായ കൃഷിപ്പാടങ്ങളിൽ അവൻ വെയിൽ കൊള്ളുന്നതും വിയർക്കുന്നതും. മാത്രമല്ല, അതിൽ നിന്ന് വന്ന് കഴിക്കുന്ന പറവകളുണ്ട്, ജന്തുക്കളുണ്ട്. കാട്ടിൽ നിന്നിറങ്ങി മുഴുവൻ കൃഷിയും നശിപ്പിച്ചു കളയുന്ന വന്യജീവികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരുടെ അവകാശം മാത്രം, ആയിരക്കണക്കിന് നെൽക്കതിരുകളിൽ നിന്ന് ഒന്നു മാത്രം കൊത്തിക്കൊണ്ടുപോകുന്ന തത്തയുണ്ട്, പ്രാവുണ്ട്. അതുപോലെ അവകാശങ്ങളെടുക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ആരെടുത്താലും നിനക്ക് കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് കൃഷി ചെയ്യാൻ മുസ്ലിംകളും വളരെ സജീവമായി രംഗത്തുണ്ടാകും. അത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അതിൽ മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ തന്നെ അത് അവന് ആവശ്യമുള്ള ഒന്നാണ്. പ്രോത്സാഹനങ്ങൾ, ഏതെന്തൊരു വിഷയം പറയുമ്പോഴും അതിൽ ഏറ്റവും എക്സ്ട്രീം മോട്ടിവേഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. ലാ യസ്റഉ മുസ്ലിമുൻ സറഅൻ ഗർസൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ. മനുഷ്യനോ പറവകളോ ജന്തുക്കളോ ആരു തന്നെ നീ ഉൽപ്പാദിപ്പിച്ച കൃഷിയിൽ നിന്ന്, നീ നട്ട മരത്തിൻ്റെ കായകളിൽ നിന്ന് കഴിച്ചാൽ അത് നിനക്കൊരു സ്വതക്കയാണ്, പുണ്യമാണ്, ദാനമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന് ഒട്ടും തന്നെ പേടിയില്ല. എങ്കിലും വന്നെടുത്തുകൊണ്ടുപോയാലും അവനതൊരു നഷ്ടമായി കാണുന്നില്ല. മാത്രമല്ല, ഭൂമി തരിശിടാൻ പാടില്ല എന്ന് തിരുപ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. മൻ കാന ലഹു അർളുൻ ഫൽയസ്റഅഹാ. ഒരു തുണ്ടം ഭൂമിയുണ്ടെങ്കിൽ അതിൽ കൃഷി ചെയ്യണം. ഔ ലിയംനഹ്ഹാ അഖാഹു
സ്വന്തം കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കർഷകർക്ക് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കണം. ഫഇൻ അബാ ഫൽയുംസിക് അർളഹ്. അത് രണ്ടും ചെയ്യുന്നില്ല എങ്കിൽ ഭൂമി പിടിച്ചെടുക്കണം. സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൂമി പതിച്ചു നൽകിയ കർഷകർ കൃഷി ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഭൂമിയിലൂടെ ഇറങ്ങി നടക്കുമായിരുന്നു. ആരെങ്കിലും കൃഷി ചെയ്യാതെ കണ്ടാൽ ഭൂമി തിരിച്ചെടുക്കും. നാളെ ഞാനും വരാം, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കൃഷി ചെയ്യാം, ഇല്ലെങ്കിൽ ഭൂമി തിരിച്ചു തരണം എന്ന് പറയും. തരിശുഭൂമി പോലും കൃഷി ചെയ്യുന്ന കർഷകനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ച തിരുപ്രവാചകരുടെ സന്ദേശമാണ് ഭൂമി ഹയാത്താക്കുന്ന മനുഷ്യന് പട്ടയം കൊടുക്കുക എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് പിന്നിലുള്ളത്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാർദ്ധക്യകാലത്തിലും കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, ഈ പ്രായത്തിലും എന്താണ് നിങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നത്, ഞാനൊരു നല്ല കാര്യം ചെയ്തുകൊണ്ട് മരിക്കട്ടെ, മരിക്കുമ്പോൾ ഒരു പുണ്യം ചെയ്തുകൊണ്ടാണ് മരണമാകേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പരിശ്രമങ്ങൾക്ക് ഒരിക്കലും വിശ്രമം ഇല്ല, അതിനൊരിക്കലും തന്നെ നിർത്തിവെക്കുന്ന കാര്യം ഇല്ല എന്നാണ്. അതുപോലെ അതിസമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാം വിട്ടേച്ചവർ, അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത സഹചാരിയായ അൻസാരി റളിയല്ലാഹു അൻഹു എൻ്റെ ഭൂമിയുടെ പാതി തരാം, ഞാൻ വലിയ ഭൂപ്രഭുവാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, എനിക്കൊരു കച്ചവടം കാണിച്ചു തരൂ, ഒരു മാർക്കറ്റ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ ചെയ്തു വലുതായി വലുതായി അതിസമ്പന്നനായി, കൃഷിത്തോട്ടങ്ങളുടെ ഉടമയായി. മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് കൈക്കോട്ടെടുത്ത് കൃഷിയിടത്തിൽ ചെന്ന് വെള്ളം ഒഴുക്കിവിടുകയും വെള്ളം തടയുകയും കൃഷിയിൽ ജലത്തിൻ്റെ ക്രമീകരണം വരുത്തുന്നത് കണ്ടപ്പോൾ അവിടെ ആളുകൾ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, ഇത്രയും വലിയ സമ്പന്നനായ താങ്കൾ ഇങ്ങനെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങുകയോ എന്ന്. നമ്മുടെ കേരളത്തിൻ്റെ കൃഷിമന്ത്രി പാലക്കാട്ടുകാരനാണ്. ഇന്ന് തിരുവനന്തപുരത്ത് അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. സ്വന്തം ട്രാക്ടർ ഓടിക്കുന്ന മന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങളുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് കുറച്ച് നാളികേരം വേണം. കർഷകനാവുക എന്ന് പറഞ്ഞ ഏത് മുതലാളിക്കും ഏത് മുതിർന്ന ആളുകളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ് മദീനയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി ആരംഭിച്ചത് എന്ന് താരിഖ് ഇബ്നു അസാക്കിറിൽ നമുക്ക് കാണാം. മരുഭൂമികൾ പച്ചപ്പും പുഴകളും നിറയുന്നത് വരെ ഖിയാമത്ത് നാൾ വരില്ല എന്ന തിരുവചനം നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് UAE-യിലും മറ്റും പോകുന്ന ആളുകൾക്കത് നേരിട്ട് കാണാൻ സാധിക്കും. മണൽപ്പരപ്പുകൾ മാത്രമുള്ള തനിച്ച ഊഷരഭൂമിയായ UAE-യിൽ കൾച്ചറൽ ക്യാപിറ്റലായ ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായൊരു ദർസുണ്ട്, ജാമിയ ഖാസിമിയ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കും, കുട്ടികളുടെ ഹാജർ പരിശോധിക്കും, കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഇപ്പോൾ ഷാർജയിലെ മലിഹ റോഡിൻ്റെ തീരത്ത് വിശാലമായ ഗോതമ്പ് പാടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കൃഷി ആവശ്യമാണെന്നും അതിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനവുമാണ് ഇതിലേക്കെല്ലാം നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് പറയാനുള്ളത്, കർഷക സമൂഹത്തിന് ആദരവ് കൽപ്പിക്കപ്പെടണം. കർഷകശ്രീ അവാർഡ് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള പൊന്നാടണിയിച്ചതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിലുള്ള ആദരവായി മാറുന്നില്ല. ഇന്ന് പാലക്കാടിൻ്റെ കിഴക്കേ ഭാഗത്ത് വണ്ടിത്താവളം, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കാളവണ്ടികൾ മേളിച്ചിരുന്നൊരു സ്ഥലമാണല്ലോ വണ്ടിത്താവളം. അതൊരു കാർഷിക മണ്ടിയുടെ, കാർഷിക ഒരു കമ്പോളത്തിൻ്റെ നാമമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വണ്ടികൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ചരക്ക് കൊണ്ടുപോകുന്ന
ട്രക്കുകളാണല്ലോ ആ കാളവണ്ടികൾ. ഇന്നും കാളവണ്ടികൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും. വണ്ടിത്താവളത്തിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ കർഷകരെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന നാരായണനെയും ഷാജഹാനെയും അലിക്കുട്ടിയെയും ഒക്കെ കണ്ടു. അവരോട് സംസാരിച്ചു. അവരുടെ കാർഷിക അനുഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ വാചാലമായി സംസാരിക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഉൽപ്പന്നങ്ങൾ ഒരു തറവില നിശ്ചയിച്ചുകൊണ്ട് പലപ്പോഴും വാങ്ങിക്കൊണ്ടു പോകുന്നില്ല. ചിലപ്പോഴങ്ങനെ വില നിശ്ചയിച്ചു വാങ്ങിയാൽ തന്നെ ആ ക്യാഷ് കിട്ടണമെങ്കിൽ PWD കോൺട്രാക്റ്റുമാർ പറയുന്നത് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് കുറേ കാലമായി ക്യാഷ് കിട്ടിയിട്ടില്ല, ബില്ല് കിട്ടാനുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ സാധാരണക്കാരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ? 4-5 മാസം കഴിയാതെ പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അവർ പറഞ്ഞത്, ഈ കൃഷിയിൽ ഏറ്റവും കൂടുതൽ കർഷകർ തൊഴിലാളികൾ ഇറങ്ങേണ്ട സമയത്താണ് അപ്പുറത്ത് തൊഴിലുറപ്പ് പദ്ധതിക്കാർ വരുന്നത്. തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൂലി ഉറപ്പ് പദ്ധതി എന്നാണ് അതിന് പറയേണ്ടത്. 4 ആൾ പണിയെടുക്കും, 40 ആൾ നോക്കി നിൽക്കും, വൈകുന്നേരം എല്ലാവർക്കും കൂലി കിട്ടും. അങ്ങനത്തെ ഒരു കൂലിയുറപ്പ് പദ്ധതി ഉണ്ടാകുമ്പോൾ ആരാണ് അതിന് പോകാതിരിക്കുക? അപ്പോൾ ആ ഒരു ഡിമാൻഡ് ടൈമിൽ കർഷക തൊഴിലാളികൾ ആ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് ഇവിടെ ഹിന്ദിക്കാരായ ആളുകളെ അമിത കൂലിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഹിന്ദിക്കാർക്ക് കൂലി കുറയുകയല്ല ചെയ്യുക? നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ടത്. ഇപ്പോഴങ്ങനെയല്ല. മലയാളികൾ ഗൾഫിൽ പോകുന്നത് പോലെയാണ് ബംഗാളികളും ആസാമികളും കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ നിൽക്കുന്ന കാലത്ത് രാവിലെ മുതൽ പകലന്തിയോളം കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി ആകാവുന്നത്ര സംഭരിച്ച് ഒരു 3 മാസം പണിയെടുത്ത് പിന്നെ നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഗൾഫുകാരനാവുകയാണ് അവർ. അവർക്ക് കിട്ടുന്നൊരു നല്ല നാടാണിത്. നമ്മളവരെ അതിഥി തൊഴിലാളികളായി കാണുന്നത്. അപ്പോൾ അമിത കൂലി കൊടുത്തിട്ട് ജോലി ചെയ്യിക്കേണ്ടി വരുന്നു. ഇതും കർഷകരനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ കർഷകർ ഇനി ആവില്ല എന്ന് മനസ്സിലാക്കി ഭൂമി വിറ്റൊഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോവുകയാണ്. ഇവിടെ സിമൻറ്റ് ഫാക്ടറി ഉണ്ട്, വാളയാറിൽ സ്റ്റീൽ ഫാക്ടറികളുണ്ട്. പക്ഷേ നമുക്ക് സിമൻറ്റും കമ്പിയും ഭക്ഷിക്കാൻ പറ്റുമോ? സിമൻറ്റ് കട്ടയുണ്ടാക്കിയാൽ അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? അതിന് കൃഷി തന്നെ വേണം. അതെല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് കർഷകനെ ഏത് നിലക്കും സഹായിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് ഏറ്റവും നല്ല സപ്പോർട്ടുണ്ടായിരിക്കണം. കർഷകർ പ്രയാസപ്പെടുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചരിത്രം പറയുന്നു, ഗലസ്സഅറു അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയ ഒരു സമയത്ത് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് അവർ പരാതി പറയുന്നു. ഫഖാലു യാ റസൂലല്ലാഹി ഖദ് അല അസ്സിഅർ ഫസഇർ ലനാ, വില വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് വില കുറച്ച് തരണം, ഞങ്ങൾക്കൊരു മിതമായ വില നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ ഹുവൽ മുസഇർ അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ്. അല്ലാഹുവാണ് വില നിശ്ചയിക്കുന്നത്, അവനാണ് കുറക്കുന്നതും കൂട്ടുന്നതും. കൃഷിയിൽ ക്ഷേമകാലമുണ്ടാക്കുന്നതും ക്ഷാമകാലമുണ്ടാക്കുന്നതും അല്ലാഹുവാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅർജു അൻ അൽഖാ റബ്ബി വലൈസ അഹദുൻ യത്ലുബ്നി ബിമദ്ലമത്തിൻ ഫീ ദമിൻ വലാ മാൽ. എനിക്ക് ആരെയും ദ്രോഹിക്കാൻ പറ്റുകയില്ല. ഈ സമയത്ത് വില കുറക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്നാണ് തങ്ങൾ പറയുന്നത്. കാരണം ഉൽപ്പാദനത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ പറ്റി, അപ്പോൾ ഒന്നുകിൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞാൽ കർഷകർക്ക് ജീവിക്കേണ്ടേ, ആ കാലത്ത് വില ഉയരും. അമിതമായ ഒരു വിലയൊന്നും അല്ല അത്. എങ്കിൽ അവിടെ ആവശ്യമായ വില പിടിച്ചു നിർത്തണം. ഒരു തറവില എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നാം സഹകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്വന്തമായി കൃഷി ചെയ്യാനും കൂടുതൽ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമ്മൾ ശ്രമിക്കണം. മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കി എടുക്കുക എന്ന് പറയുന്നതാണ്. SYS നാളിതുവരെയായുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ നടത്തിയ സാന്ത്വനം പ്രവർത്തനങ്ങൾ നാം നോക്കിക്കണ്ടിട്ടുണ്ട്. ദുരന്ത മേഖലയിൽ വിയർക്കുന്ന SYSകാരനെ നാം കണ്ടിട്ടുണ്ട്. അതേസമയം SYS കേരളത്തിൻ്റെ കേരളത്തിൻ്റെ മണ്ണിൽ തരിശായി കിടക്കുന്ന ഭൂമികളെ പച്ചയണിയിച്ച് ഹരിതാഭമാക്കി മാറ്റി നെൽപ്പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്തു. കപ്പയും വാഴയും വെച്ചുകൊണ്ട് പ്രവർത്തകർ രാവിലെ സമയത്ത് ആരോഗ്യ നിർമ്മാണത്തിൻ്റെ ഭാഗമായി 1 മണിക്കൂർ 2 മണിക്കൂർ കൃഷി ചെയ്യുന്ന രീതി, അങ്ങനെ ഒരുപാട് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ വരുന്ന പ്ലാറ്റിനം ഇയറിൻ്റെ സമാപന പരിപാടിക്ക് ഒരു 40,000-40,000 ആളുകൾ വരുന്ന സമയത്ത് അവർക്കെല്ലാം ഭക്ഷണം വേണം, അവർക്ക് താമസിക്കാൻ പന്തലുകൾ വേണം, നിസ്കരിക്കാൻ സ്ഥലം വേണം, ശൗചാലയങ്ങൾ വേണം, ഒരുപാട് സൗകര്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വേണം. അതിലേക്കാണ് ഇന്ന് ആളുകൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. 200 രൂപയുടെ ചാലഞ്ച് അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ പോക്കറ്റിൽ 200 രൂപ വെച്ച് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ തന്നെ പലയിടത്തും അതിനുവേണ്ടി കൃഷി ചെയ്തിട്ടുണ്ട്, നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയാണ് നെൽകൃഷി ചെയ്തുകൊണ്ട് അരി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കൊണ്ടുവന്ന അരി കൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത്രയും പ്രതിനിധികളുടെയും സമ്മേളനത്തിൽ വരുന്ന ആളുകളുടെയും എണ്ണം കൂടുതലാണ്. അമേരിക്കയിൽ നിന്നുള്ള വലിയ പ്രൊഫസർ ഡോക്ടർ റഹിയ റോഡസ് വരുന്നുണ്ട്. മലേഷ്യയിലെ രാജാവിൻ്റെ ഉപദേഷ്ടാവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ഡോക്ടർ അഫീഫി SYS സമ്മേളനത്തിന് വരുന്നുണ്ട്. ഈജിപ്തിൻ്റെ മതകാര്യ ഉപദേഷ്ടാവായിരുന്ന ഇപ്പോഴത്തെ അവിടുത്തെ ഔഖാഫുകാരി മന്ത്രി പ്ലാറ്റിനം ഇയറിൻ്റെ സമാപന പ്രോഗ്രാമുകൾക്ക് വരുന്നുണ്ട്. വേറെയും ധാരാളം വിദേശ പ്രതിനിധികൾ വരുന്നുണ്ട്, ദേശീയ പ്രതിനിധികൾ വരുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ വലിയ രാഷ്ട്രീയ പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും മാറണം എന്നുകൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അപ്പോൾ കർഷകർ അതിൻ്റെ ഒരു മുഖ്യ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പാലക്കാട്, കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ആവശ്യമായ നല്ല സംഭരണികൾ ഉണ്ടാകണം. തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നിലവിലെ കൃഷിയുടെ ഒരവസ്ഥ പരിശോധിച്ചാൽ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായി നെല്ല് സംഭരിച്ചതിൽ 23.5% കുറവുള്ളതായിട്ടാണ് സപ്ലൈകോ പറയുന്നത്. അഥവാ 2002-ൽ 7.35 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചിരുന്നു എങ്കിൽ 2022-ൽ അത് അടുത്ത വർഷമായപ്പോഴേക്ക് 5.59 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. നെല്ല് ഉൽപാദനത്തിൻ്റെ തോത് ചുരുങ്ങുകയാണ്. അങ്ങനെ ചുരുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ കർഷകരുണ്ടാക്കുന്ന നെല്ല് നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. അവസാനം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നെല്ലും മറ്റേതെങ്കിലും സിന്തറ്റിക് നെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നതിലേക്ക് വരും. ഇപ്പോഴങ്ങനെയാണല്ലോ പറയുന്നത്. കോഴിയിറച്ചി പാക്ക് ചെയ്ത് വരുമ്പോൾ സംശയമാണ്, ഇത് റിയൽ ഫാം പ്രൊഡക്ഷൻ തന്നെയാണോ അല്ലെങ്കിൽ ഫാക്ടറി പ്രൊഡക്ഷൻ ആണോ എന്ന്. അത്രമാത്രം തിരിച്ചറിയാൻ കഴിയാത്ത നിലക്ക് സിന്തറ്റിക് ഉൽപ്പന്നങ്ങളും നാച്ചുറൽ പ്രോഡക്റ്റും തമ്മിൽ അത്രയും വ്യത്യാസമില്ലാത്ത നിലക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലോകത്ത് നാം കഴിക്കുന്ന ഭക്ഷണം അത് എന്തായിരിക്കും? ഒരു മനുഷ്യൻ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം അവൻ്റെ കൈകൊണ്ട് തന്നെ പ്രവർത്തിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവിടെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് കഴിച്ചത് എന്ന ഒരർത്ഥത്തോടൊപ്പം തന്നെ അവൻ്റെ കൈകൊണ്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചത് എന്ന അർത്ഥം കൂടെ ഉണ്ടാകുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ നാം ഒരല്പമെങ്കിലും എൻ്റെ വീട്ടിലെ ഒരു ചട്ടിയിൽ
ഒരു വെണ്ടത്തൈയെങ്കിലും നടാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു കോവക്കയുടെ വള്ളി വെച്ച് പിടിപ്പിക്കാൻ, ഒരു കടച്ചക്കയുടെ മരം വയ്ക്കാൻ. അതാണ് SYS പച്ചമണ്ണിൻ്റെ ഗന്ധമറിയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം സ്വയം പര്യാപ്തമാകുന്ന ഒരു രീതി കാർഷിക രംഗത്ത് നമുക്കുണ്ടാകണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നിലക്ക് കൃഷിയിലേക്ക് നാം വരണം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ശൈലിയാണത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൻ നളറ ഇലൽ ഖദറാഇ, പച്ചപ്പിലേക്ക് നോക്കാനും വ ഇലൽ മാഇൽ ജാരി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കാനും മുത്ത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. അതെല്ലാം പ്രകൃതിയാണ്. കുന്തിപ്പുഴയുടെ തീരത്തു നിന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ പാട്ടുപാടിപ്പോകുന്ന വെള്ളത്തെ നോക്കി നിൽക്കുമ്പോൾ മനം നിറയെ അൽഹംദുലില്ലാ 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 എന്ന ദിക്ർ നാം വിട്ടുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ പ്രകൃതിയെ നാം സംരക്ഷിക്കുമ്പോൾ അതെൻ്റെ കൂടെ ആവശ്യമാണ്, അതെൻ്റെ ദീനിൻ്റെ ആവശ്യമാണ്, അതെനിക്ക് മരണശേഷവും കൂലി നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജീവിത ശൈലി നാം ഏറ്റെടുക്കുമ്പോൾ അത് SYS നമ്മോട് പറയുന്ന ഒരാശയമാണത്. ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയുടെ 15 സോണുകളിൽ പ്രഭാത നടത്തത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾ ഓരോ മഹല്ലത്തിലും പങ്കെടുത്തുവെങ്കിൽ അതൊരൊറ്റ ദിവസത്തെ ഒരു പ്രകടനമല്ല, മറിച്ച് അതൊരു മാതൃകയാണ്. എല്ലാ ദിവസവും നടന്ന് മണ്ണിനോട് ബന്ധപ്പെട്ട് ജീവിച്ച് വിയർത്ത് ശരീരത്തെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ, ശിരസ് നിലത്തുവെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ, മരിക്കുന്നത് വരെയുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. പൂർവികരായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ മഹത്തായ പന്ഥാ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ.